വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ്. കഴിഞ്ഞ വീഡിയോ ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യുന്നത് കാണിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അത് മടക്കി തയ്ച്ച് ഷേപ്പൊക്കെ എങ്ങനെയാണ് ഡ്രോ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് വേണ്ട സ്ലീവിൻ്റെ റൗണ്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് 5.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ആം റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഷോൾഡറിന് മുകളിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ ആം റൗണ്ട് വേണ്ടത് അത്രയും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്. എനിക്ക് വേണ്ടത് ഒരു 8.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനിതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നിന്നും നമ്മൾ വരച്ച സ്ലീവ് റൗണ്ടിലേക്ക് ഞാനിവിടെ ഒരു ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയുടെ അപ്പർ റൗണ്ട്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അതൊരു ലൈനായിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എനിക്കിവിടെ എൻ്റെ അളവുകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെയാണ് ഡ്രോ ചെയ്യുന്നത്. ഇനി കൈക്കുഴിക്ക് താഴേക്ക്, അതായത് ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഒക്കെ ലൂസ് കൂടുതലുണ്ടെങ്കിൽ അവിടെയും നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത ശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ ഒരു 1.5 ഇഞ്ചോളം ചെസ്റ്റും വേസ്റ്റും ഒക്കെ ലൂസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ സ്ലീവ് റൗണ്ടിൽ നിന്നും ഇങ്ങനെ താഴേക്ക് ആം റൗണ്ടിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്തേക്കുവാണ്. അവിടെ നിന്ന് ചെസ്റ്റിലേക്കും വേസ്റ്റിലേക്കും വരെ ഷേപ്പ് ചെയ്ത് എൻഡ് ചെയ്തിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി വരച്ചിരിക്കുന്ന ഷേപ്പിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി സ്ലീവിൻ്റെ റൗണ്ട് ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കണം ആദ്യം. അതിനുശേഷം ഈ സ്ലീവ് റൗണ്ടിൽ ഇതുപോലെ ഒരു ലേസ് നേരത്തെ വെച്ചിരുന്നു. കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുമ്പ് ഈ ലേസ് അഴിച്ച് മാറ്റിയതിന് ശേഷമാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തത്. അപ്പോൾ ഈ ലേസ് ഞാൻ ഈ സ്ലീവ് റൗണ്ടിൽ വീണ്ടും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. വെറുതെ ഇങ്ങനെ ഇതിന് മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിപ്പോൾ ഞാൻ നല്ല വശത്ത് മുകളിൽ വെറുതെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് റോങ് സൈഡിലേക്ക് മറിച്ചിട്ട ശേഷം നമ്മൾ നേരത്തെ ഡ്രോ ചെയ്ത ആ ഷേപ്പിൽ കൂടെ ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് ലെങ്ത്ത് കുറച്ച് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. See you again on next video. Thank you for watching.